1 PM ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കോടികളുടെ തട്ടിപ്പ് നടന്ന നേമം സർവീസ് സഹകരണ ബാങ്കിൽ ED പരിശോധന. CPM ഭരണസമിതിയുടെ കാലയളവിൽ വൻ ക്രമക്കേട് നടന്നുവെന്ന അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. സഹകരണ ബാങ്കിൽ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തൽ. നേമം സർവീസ് സഹകരണ ബാങ്കിൽ 96.91 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് സർക്കാർ നിയോഗിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. സമിതി റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിവരവെയാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. ബാങ്കിലെ മുഴുവൻ രേഖകളും പിടിച്ചെടുത്താണ് പരിശോധന. വലിയ വ്യാപ്തിയിൽ തട്ടിപ്പ് നടന്നുവെന്ന് EDയും സ്ഥിരീകരിക്കുന്നുണ്ട്. മുൻ സെക്രട്ടറിമാർ ഉൾപ്പെടെ സ്വന്തം നിലയിൽ തട്ടിയെടുത്ത തുകയുടെ കണക്കുൾപ്പെടെ വ്യക്തമാക്കിയായിരുന്നു സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട്. 34.26 കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും 15.55 കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖയുള്ളൂ. കോടികൾ വായ്പയെ അനുവദിച്ചത് യാതൊരു രേഖയും വാങ്ങാതെയാണ്. പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് 10.73 കോടി രൂപയെന്നും കണ്ടെത്തിയിരുന്നു. ED റെയ്ഡ് നടക്കുമ്പോഴും നിക്ഷേപകർ പ്രതിഷേധമറിയിച്ചു ബാങ്കിലെത്തി. ഞാനിവിടെ ഇത്രയും നാൾ വന്നിട്ട് എനിക്ക് ഒരു പൈസ തന്നിട്ടില്ല. ഇവരുടെ പ്രസിഡന്റ്, ഇവിടുത്തെ ഭരണസമിതി ഇവരുടെ ആശ്രിതർക്ക് ഇവിടെ പിരിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ പൈസ പോലും പിൻവലിച്ചിട്ടാണ്, ഇപ്പം ലാസ്റ്റ് ഉണ്ടായിരുന്ന പ്രസിഡന്റിന്റെ പൈസ പോലും ഇവിടുന്ന് പിൻവലിച്ചിട്ടാണ് പോയത്. സ്ഥിരം ഇടപാടുകാരായ പലരുടെയും അക്കൗണ്ട് വഴി സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന, വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങിയവ EDയും പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.